4 മാസത്തെ കുടിശ്ശിക ഞാൻ അതിശയത്തോടാണ് കേൾക്കുന്നത്. ഫെബ്രുവരി മാസം വരെയുള്ള കൂട്ടത്തിലുണ്ട്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിലിൽ നമ്മളെ കണക്ക് സെറ്റിൽ ചെയ്യണത് മെയ് ഒക്കെ അവസാനമാവും. അപ്പോൾ 2 മാസമാണ് ഫലത്തിൽ കുടിശ്ശിക. അത് കൊടുക്കാനുള്ള നടപടി ഇന്നോ നാളെയോ തന്നെ പൂർണ്ണമായും അവർക്ക് കൊടുക്കാനുള്ള നടപടിയിലാണ് നിൽക്കുന്നത്. അടിക്കടി ഈ ഭക്ഷ്യ പൊതുവിതരണ രംഗത്ത് അത് ജനങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്രവർത്തനമാണ്. അത് വെച്ചുകൊണ്ടൊരു സമ്മർദ്ദം ചെയ്യുന്ന രീതി ശരിയല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. റേഷൻ കട ലൈസൻസുകൾക്കുള്ള കമ്മീഷനാണെങ്കിലും അതുപോലെ ലോറി ഓണർമാർക്കുള്ള വേതനമാണെങ്കിലും അതെല്ലാം പരമാവധി താമസിയാതെ കൊടുക്കണമെന്ന് തന്നെയാണ് ഗവൺമെൻറ് കാണുന്നത്. അത് കൃത്യമായിട്ട് കൊടുക്കും. ഞാൻ അവരുമായി സംസാരിച്ചപ്പോൾ ഒരു സമരത്തിലേക്ക് പോകാതെ സഹകരിക്കാമെന്നാണ് കഴിഞ്ഞ ദിവസം സമ്മതിച്ചത്. 5 ഗോഡൗണുകളിലാണ് ആ പ്രശ്നം ഉണ്ടായത്. അതുൾപ്പെടെ പരിഹരിക്കാനുള്ള നടപടിയിലാണ്. ഇപ്പോൾ ഈ ഒരു സമ്മർദ്ദതന്ത്രമാണ് അവർ നടത്തുന്നത്. കാരണം തെക്കൻ ജില്ലകളിൽ റേഷനുകളിൽ അത്രയും പ്രശ്നമില്ല. പക്ഷേ മധ്യകേരളത്തിലും വടക്കോട്ടും ഒക്കെ റേഷൻ കടകളിൽ 10 ദിവസം കൊടുക്കാനുള്ള ധാന്യങ്ങളെ ഊരുത്തുള്ളൂ. അപ്പോൾ ഈ കുടിശ്ശികയാകുമ്പോഴത്തേക്കും സമരം ചെയ്ത് പൈസ മേടിച്ചെടുക്കാമെന്നുള്ള രീതിയിലേക്ക് അവർ പോകുന്നത്. ഒരു സമരത്തിനും പോകാതെ തന്നെ പണം കൊടുക്കാനുള്ള നടപടിയിലല്ലേ ഞങ്ങൾ നിൽക്കുന്നത്. എന്നാൽ അവർ സംഘടനാ നിലയ്ക്ക് സമരത്തിൻ്റെ നോട്ടീസൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല. എന്തായാലും അവരുടെ സമരത്തിലേക്ക് പോകാതെ പരിഹരിക്കാനുള്ള നടപടിയാണ് സ്വീകരിക്കുന്നത്. അല്ല, 5 ഗോഡൗണുകളിൽ മാത്രമാണ് ആ ഇഷ്യൂ വന്നത്. അത് 2 ഗോഡൗണിൽ കയറ്റിറക്ക് തൊഴിലാളികളുടെ ഇഷ്യൂ ഉണ്ട്. ആ 5 ഗോഡൗൺ എന്ന് പറഞ്ഞാൽ 1 പുനലൂർ, 2 കരുനാഗപ്പള്ളി, 3 മാവേലിക്കര, 4 ചെങ്ങന്നൂർ, 5 കോഴിക്കോട്. ഇത്രയും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട വിഷയങ്ങൾ ഞങ്ങൾ പരിശോധിച്ചു. അതിനാവശ്യമായ നടപടികൾ സമരത്തിലേക്ക് പോകാതെ തന്നെ തീർക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ഇവിടെ നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോഴും കുട്ടനാട്ടിലും പാലക്കാടും ഒക്കെ നെല്ലിങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. കർഷകരടക്കം പറയുന്നത് ഈ മഴക്കാലത്ത് ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. പാലക്കാട് ആ വിഷയങ്ങളില്ല. പാലക്കാട് ഉള്ള വിഷയം നെല്ലെടുക്കാൻ കഴിയാത്ത വിഷയം വന്നത് വളരെ ചെറിയ നാരോവായിട്ടുള്ള ഇടവഴികളാണ്. അത് തലച്ചുമടിൽ കൊണ്ടുവരേണ്ടുന്ന പ്രദേശങ്ങളാണ്. അതിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചുമട്ടുതൊഴിലാളികളുടെ ലഭ്യതക്കുറവടക്കം ഉണ്ട്. ഞാനവിടെ നേരിട്ട് പോയി കണ്ടതാണ് ചിറ്റൂർ. അതുകൊണ്ട് തന്നെ ചെറിയ വാഹനങ്ങൾ, ലോറികൾ, ടെമ്പോ പോലുള്ള ചെറിയ ലോറികൾ അതിന് ക്രമീകരിക്കാനുള്ള നടപടി ചർച്ച ചെയ്തുണ്ടാക്കി. മില്ലുടമകൾക്ക് അത്തരം വാഹനങ്ങളില്ല. പുറത്ത് നമുക്ക് അത്തരം വാഹനങ്ങൾ സ്വകാര്യ കക്ഷികളുടെ കയ്യിലുമില്ല. ആ ജില്ല ഒട്ടാകെ ഇതിനു വേണ്ടുന്ന ഇടപെടൽ നടത്തിയപ്പോൾ 20ഓളം വാഹനങ്ങളാണ് അവിടെ ആകെ ഉള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും അതിനുള്ള സൗകര്യം ഒരുക്കി റോഡുകളിൽ ഇടവഴികളിൽ പോയി നെല്ല് സംഭരണം നടത്തുന്നുണ്ട്. അത് മിക്കവാറും ഇന്നോ നാളെ പൂർത്തിയാകും. വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുക്കാനുണ്ടായിരുന്നു. അവിടെ ആ പ്രശ്നം. എന്നാൽ ആലപ്പുഴയിലെ വിഷയം, കുട്ടനാട് ആ ഭാഗത്ത് ഉപ്പുവെള്ളം കയറിയ അതുമായി ബന്ധപ്പെട്ട് നെല്ല് നശിച്ച ഒരവസ്ഥയാണ് കുറേയേറെ പാടശേഖരങ്ങളുണ്ടായത്. ആ നെല്ല് സംഭരിക്കാൻ മില്ലുടമകൾ ഒരു കാരണവശാലും തയ്യാറായില്ല. കിഴിവിൻ്റെ കാര്യത്തിൽ അവസാനം 1-2 പാടശേഖരങ്ങൾ വലിയ കിഴിവ് കൊടുത്താണ് എടുപ്പിച്ചത്. അത് മില്ലുടമകളെ സംബന്ധിച്ച് അവരുടെ ചീത്തപ്പേരുണ്ടാക്കാനേ ഉപകരിക്കൂ. അതുകൊണ്ട് വലിയ എടുക്കുന്ന രീതി ആയാൽ പോലും അത് പ്രോസസ്സ് ചെയ്ത് അരിയാക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അത് പൊടിഞ്ഞു പോകുന്ന സ്ഥിതിയാണ്. ഇങ്ങനെയുള്ള കാരണമുള്ളത് കൊണ്ട് മില്ലുടമകൾക്ക് എടുക്കാൻ കഴിയാത്ത നിലപാടവർ പറയുകയുണ്ടായി. എന്നാൽ ഏതെങ്കിലും തരത്തിൽ ഉപയോഗമുള്ള മുഴുവൻ ക്വാണ്ടിറ്റിയും എടുക്കുക തന്നെ ചെയ്യും. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞങ്ങൾ ധനമന്ത്രിയും ഞാനും കൃഷിമന്ത്രിയും സഹകരണ മന്ത്രിയും അങ്ങനെ അവിടുത്തെ ആലപ്പുഴയിലെ മന്ത്രി എന്ന നിലയ്ക്ക് കൃഷിമന്ത്രിയെ കൂടാതെ തന്നെ ശ്രീ സജി ചെറിയാനും ഉൾപ്പെടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഒക്കെ ചർച്ച നടത്തിയിട്ട് കൃഷി വകുപ്പ് തന്നെ ഈ കൃഷിനാശത്തെ സംബന്ധിച്ച് ഗവൺമെൻറ് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചു. കൃഷി വകുപ്പ് മന്ത്രി ആ യോഗത്തിൽ വെച്ച് ഓയിൽ പാം ഇന്ത്യ ആ നെല്ല് സംഭരിച്ച് അതിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെയും അതിൻ്റെ നഷ്ടത്തിൻ്റെയും കണക്കുകൾ മനസ്സിലാക്കിക്കൊണ്ട് കൃഷിക്കാരെ സഹായിക്കാൻ കഴിയുന്ന ഒരു നിലപാട് സ്വീകരിക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓയിൽ പാം ആ നെല്ല് സംഭരിക്കുക, ആ നെല്ല് നമുക്ക് അരിയാക്കി റേഷൻ കടയിലൂടെ വിതരണം ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല എന്നുള്ളത് കൊണ്ട് ആ നാശത്തിന് നഷ്ടപരിഹാരം കൊടുക്കാനും കൃഷിക്കാരെ സഹായിക്കാൻ കഴിയുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ നെല്ലുടമകൾക്ക് കൊടുക്കുന്ന ആ ഒരു തുകയ്ക്ക് അല്ലെങ്കിൽ അതിന് ആനുപാതികമായൊരു തുക ഓയിൽ പാമിൽ നിന്ന് കർഷകർക്ക് ലഭിക്കുമോ? അല്ല, അത് കൃഷി വകുപ്പാണ് തീരുമാനിക്കേണ്ടത്. എങ്ങനെയാണ്, അതിനേക്കാൾ കൂടിയ തുകയാണോ ആ തുകയാണോ
അതിൻ്റെ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഗവൺമെൻറ്റാണ് നഷ്ടത്തിൻ്റെ കണക്കുകൾ തിട്ടപ്പെടുത്തേണ്ടത്. സപ്ലൈകോയ്ക്കുള്ള ഉത്തരവാദിത്വം നെല്ല് പ്രോസസ് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ കയ്യിൽ എത്തിക്കുന്ന നിലപാടാണ് രാജ്യത്തൊട്ടാകെ വികേന്ദ്രീകൃത നെല്ല് സംഭരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്നത്. കേരളത്തിൽ കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ നെല്ലും കേടാകുന്നതടക്കം സംഭരിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. അത് ഒരുപാട് നഷ്ടം അതിൻ്റെ ഫലമായി സപ്ലൈകോയ്ക്ക് ഓരോ വർഷവും ഉണ്ടാവുകയാണ്. അതെല്ലാം സഹിച്ചുകൊണ്ട് കർഷകനെ സഹായിക്കുന്ന നിലപാടാണ് ഗവൺമെൻറ് സപ്ലൈകോയിലൂടെ ചെയ്യിക്കുന്നത്. അത് കർഷകർ വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ല. കർഷകർ എന്തുൽപ്പാദിപ്പിച്ചാലും അത് എടുത്തുകൊള്ളണം എന്നുള്ള ഒരു രീതിയിൽ ചില സംഘടനകൾ മുന്നോട്ട് വരികയുണ്ടായി. അത് ഞങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. റേഷൻ വ്യാപാരികളുമായി ചർച്ചകൾ നടത്തിയിരുന്നു, അതുപോലെ ആവശ്യങ്ങൾ പറഞ്ഞിരുന്നു. അതിനകത്ത് എന്തെങ്കിലും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പോകും? എല്ലാം പരിഹരിക്കാം. ഇതിനെല്ലാം പരിഹരിക്കാൻ കഴിയുന്ന അന്തരീക്ഷം ഒരുക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. പൊതുവിതരണ രംഗം ഏറ്റവും നല്ല രീതിയിൽ കഴിഞ്ഞ മാസത്തെ കണക്ക് നോക്കിയാലും 82-83 ലക്ഷം കുടുംബങ്ങൾ ഭക്ഷ്യധാന്യം വാങ്ങിയിരിക്കുകയാണ്. അത് തടസ്സമില്ലാതെ നല്ല നിലയിൽ നടത്തണമെന്നാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സമ്മർദ്ദതന്ത്രം സ്വീകരിക്കുന്ന നിലപാട് ഇതുപോലുള്ള മേഖലയിൽ നല്ലതല്ല എന്ന് മാത്രമേ പറയാം.